മണ്ണാർക്കാട് മണലടി ലക്ഷം വീട് കോളനിയിൽ വയോധിക വീടിന്റെ ചുമര് ഇടിഞ്ഞു വീണ് മരിച്ചത് ഭരണകർത്താക്കളുടെ കണ്ണു തുറപ്പിക്കുന്നതാണെന്ന് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ. തിങ്കളാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനായി കാത്തിരിക്കവെയാണ് അപകടം നടന്നത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ധനസഹായവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിന് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കും. ഇത് ശരിക്കും നമ്മുടെയൊക്കെ കണ്ണ് തുറക്കേണ്ട ഒരു സംഗതിയാണ്. നാട്ടിൽ വീടില്ലാതെ വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ, അവരിൽപ്പെട്ട ഒരാളാണ്. ലൈഫിന് വേണ്ടി പണം ഇന്ന് അനുവദിക്കുന്ന ആളെ അനുവദിക്കുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ പെട്ടത്. അത് നമ്മൾ ഭരണകർത്താക്കളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്, പാവപ്പെട്ടവർ. അപ്പോൾ അത് അങ്ങനെ ഒരു നമുക്കൊക്കെ ഈ സഹോദരിയുടെ, ഈ ഉമ്മയുടെ ഈ വിയോഗത്തിൽ നിന്ന്, ഇങ്ങനെ ഉണ്ടായ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്. കോളനിയിലെ വീടുകൾക്ക് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകുന്നതിനായുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നതായും ഇതിന്റെ ആദ്യഗഡു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് പറഞ്ഞു. ലക്ഷം വീട് കോളനിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ഇരട്ട വീടുകളാണ് ആ കോളനിക്കകത്ത് ഉള്ളത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ലക്ഷം വീട് കോളനിയാണ്. അതിൻ്റെ ഭാഗമായ ആ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം, അവർക്ക് ഒറ്റയ്ക്കുള്ള പട്ടയം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരട്ട വീടിൽ ഒരു ഭാഗത്ത് താമസിക്കുന്ന സുബൈദ എന്നവർക്ക് ആദ്യ ഗഡു കിട്ടി. അവർ വീട് പണി തറ പൂർത്തിയാക്കിയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് വശത്ത് താമസിക്കുന്നതെന്ന് മരണപ്പെട്ട സഹോദരി ഫാത്തിമ ബിയുടെ അവർ ലൈഫ് മിഷൻ ധനസഹായത്തിന് വേണ്ടി അവർ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി അവർ എഗ്രിമെൻ്റ് വെച്ച് ധനസഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതോടൊപ്പം തന്നെ അവരെ വീട് പൊളിച്ച് തറ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. പഞ്ചായത്ത് അതിൽ ധനസഹായം കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങളുടെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി മാർച്ചിൻ്റെ മുമ്പേ തീരുമാനമെടുത്തതാണ്. അപ്പോൾ അത് പദ്ധതി അംഗീകാരം കിട്ടിയത് നമുക്ക് മെയ് മാസം 22-ാം തീയതിയാണ്. ആദ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്.